കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് പേൾ കോട്ടിങ്ങിനെ പറ്റിയാണ്. പേൾ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് സ്റ്റെപ്സ്, ഇതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ പേൾ കോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനൽ മാത്രം റിപ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പേൾ കളർ ഉള്ള വാഹനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക. കാരണം ഒരു റിപ്പയറിങ് ചെയ്യേണ്ട സമയത്ത്, പെയിൻറ് ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് വളരെയധികം ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ പെയിൻറ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. കാരണം ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട വളരെയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഒരു പാനലിൻ്റെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ മാത്രം റിപ്പയർ ചെയ്ത് പെയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയർ നമ്മൾ ആദ്യം പറയാം. അതിനുശേഷം ഒരു പാനൽ അല്ലെങ്കിൽ ഒരു ഡോർ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ പ്രൊസീജിയർ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക. ഞാൻ സാജു. നമ്മുടെ ചാനൽ സജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഏത് പെയിൻറ് റിപ്പയർ ആയാലും അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളത് ചെയ്യാത്ത സ്ഥലത്തും പെയിൻറ് ചെയ്ത സ്ഥലത്തുമുള്ള കളർ ഡിഫറൻസ് അറിയരുത് എന്നാണ്. ഇതറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷെയ്ഡിങ് കറക്റ്റ് ആക്കുന്നത്. അതിൽ ബേസിക് തത്വം ഇത്രയേ ഉള്ളൂ. നമ്മൾ പെയിൻറ് ചെയ്ത ഭാഗത്തുനിന്ന് പെയിൻറ് ചെയ്യാത്ത ഭാഗത്തേക്ക് കുറച്ചുകൂടെ ലൈറ്റ് കോട്ടായിട്ട് ഒരു ലെയർ കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത ഭാഗത്തുനിന്ന് ചെയ്യാത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഷെയ്ഡിൻ്റെ അല്ലെങ്കിൽ ആ ലെയറിൻ്റെ കനം കുറഞ്ഞു കുറഞ്ഞ് വേണം ചെയ്യാൻ. ഇതാണ് ഒരു പെയിൻറ് ഷെയ്ഡ് ചെയ്യുമ്പോഴുള്ള ബേസിക് തത്വം എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പിക്ചറിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ പെയിൻറ് ചെയ്തതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്പോട്ട് റിപ്പയർ ചെയ്തതെന്ന് വിചാരിക്കുക. ആ ഭാഗത്താണ് നമ്മൾ കളർ ബേസ് ഇപ്പം ഫുള്ളായിട്ട് അടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ പോർഷൻ വരെയാണ് നമ്മൾ ഇതിൻ്റെ ലെയർ കോട്ട് അടിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് കോട്ട എന്ന് പറയുന്നത് ഈ പെയിൻറ്റിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഇവിടെ വരെ നമ്മൾ ഫുള്ളായിട്ട് ഒരു കോട്ട് തിൻ ലെയർ അടിക്കും. അത് വളരെ തിന്നായിട്ടുള്ള ലെയർ ആയിരിക്കും അവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അടുത്ത കോട്ട് അതുപോലെ തന്നെ വളരെ തിന്നായിട്ട് തന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരെ നമ്മൾ പെയിൻറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത ഒരു തിൻ ലെയർ കോട്ട് എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇങ്ങനെ കറക്റ്റ് സ്ലോപ്പായിട്ട് വന്നിട്ട് തിന്നായിട്ട് വന്ന് സൈഡിലേക്ക് വന്ന് തീരെ കനം കുറഞ്ഞ ഒരു ലെയറായിട്ട് മാറും. അങ്ങനെ പെയിൻറ്റ് ചെയ്ത ഭാവവും അതുപോലെ പെയിൻറ്റ് ചെയ്യാത്ത ഭാവം നമ്മളുള്ള കളർ ഷെയ്ഡ് ഡിഫറൻസ് നമ്മൾക്ക് അറിയാൻ പറ്റാതെ വരും. ഇതിന് പകരം നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ഷാർപ്പ് ബെൻഡ്, അതായത് നമ്മൾ തിൻ ലെയറായിട്ട് തിന്നായിട്ട് പോകാതെ പെട്ടെന്ന് തന്നെ ഒരു കോട്ട് അടിച്ച് നിർത്തുകയാണെങ്കിൽ ഈ പെയിൻറ്റ് ചെയ്ത ഭാവവും പെയിൻറ്റ് ചെയ്യാത്ത ഭാവവും തമ്മിലുള്ള ഷെയ്ഡ് ഡിഫറൻസ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഇതാണ് നമ്മൾ പെയിൻറ്റ് ഷെയ്ഡിങ്ങിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. പേൾ കോട്ടിങ്ങിലും നമ്മൾ ഇത് വളരെ ഡിഫറൻറ്റ് ഒന്നുമല്ല. ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ അവിടെയും കീപ്പ് ചെയ്യുന്നത്. പേൾ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മൈക്ക ബേസ് എപ്പോഴും യൂണിഫോമായിട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൈക്ക ബേസ് യൂണിഫോം അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് പല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പേൾ കോട്ടിങ് എന്ന് പറയുന്നത് മൈക്ക ബേസിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നതാണ് ശരിക്കും ഈ പേൾ കോട്ടിങ്ങിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൈക്ക ബേസ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലായിരിക്കും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. ഒരു മൈക്ക ബേസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, നമുക്ക് ലൈറ്റ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഇങ്ങനെയാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. ആ മൈക്ക ബേസിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക ഇങ്ങോട്ടായിരിക്കും. അതുപോലെ ഇങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. സോ പല സ്ഥലത്തേക്കായിരിക്കും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക. അതേസമയം എല്ലാ മൈക്ക ബേസും ഒരേ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും നമുക്ക് ഒരേ ഷെയ്ഡിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇതാണ് മൈക്ക ബേസ് കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഇത് അത്ര ഈസി അല്ല. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് വാഗു മൈക്ക ബേസ് എന്ന് പറയുന്നത്. അതായത് മൈക്ക ബേസിലേക്ക് നമ്മൾ 10% കളർ കോട്ട് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഒരു കോട്ട് സ്പ്രേ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും മൈക്ക ബേസിൽ ഒരു 1% കളർ കോട്ട് ആടിയ ശേഷം വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ ടോപ്പിലെ ലെയർ പെയിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഒറിജിനൽ മൈക്ക ബേസ് നമ്മൾ അടിക്കുന്നത്. ഫസ്റ്റ് അടിക്കുന്നത് ഞാൻ പറഞ്ഞു 10%ഓളം കളർ കോട്ടാണ് നമ്മൾ ചേർക്കുക. അപ്പോൾ 90% മൈക്കയും 10% കളറും ചേർത്തൊരു മിശ്രിതമാണ് നമ്മൾ ആദ്യം കോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കോട്ട് ചെയ്യുമ്പോൾ 1%, 99% മൈക്ക ആയിരിക്കും. അതിൽ 1% മാത്രമേ നമ്മുടെ കളർ ബേസ് കോട്ട് ഉണ്ടായിരിക്കുള്ളൂ. സോ അത് നമ്മൾ രണ്ടാമതായിട്ട് ലെയർ കോട്ട് ചെയ്യുന്നു. അതിനുശേഷം മൂന്നാമത്തെ ലെയർ നമ്മുടെ മൈക്ക ബേസ് ഫുള്ളായിട്ട് നമ്മൾ കോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ, അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് ലെയർ ആഡ് ചെയ്യുന്നതിലൂടെ ഷെയ്ഡഡ് പോർഷൻ അധികം കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും.
ഈ പിക്ചർ ശ്രദ്ധിക്കുക. നമ്മുടെ കളർ കോട്ട് ഏകദേശം ഇവിടെ വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോട്ട്, അതായത് വാഗു മൈക്ക കോട്ട് അടിക്കുന്നത് ഏകദേശം ഇതിൻ്റെ ടോപ്പ് ലെയറിൽ കാണുന്ന പോലെ ഈ പോർഷനിലാണ് അടിക്കുക. അതിനുശേഷമാണ് നമ്മൾ മൈക്ക കോട്ട് ചെയ്യുക. ഈ മൈക്ക കോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോട്ട് നമ്മൾ ഇവിടുന്ന് ഈ എ വരെ, ഈ നമ്പർ എ വരെ ഇവിടെ വരെയാണ്, അതായത് നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യുന്ന ഈ പോർഷൻ വരെയാണ് നമ്മൾ മൈക്ക കോട്ട് ചെയ്യുക. തിൻ ലെയർ അവിടെ വരെയാണ് കോട്ട് ചെയ്യുക. അവിടെ കൊണ്ട് നിൽക്കാൻ പാടില്ല. അടുത്ത കോട്ട് നമ്മൾ അടിക്കുകയാണ്. അടുത്ത കോട്ട് അടിക്കുമ്പോൾ എയുടെയും ബിയുടെയും ഈ രണ്ട് ലൈനിനും നടുവിലായിട്ടൊരു പോയിന്റിലാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അവിടേക്ക് വന്ന് പതിയെ സ്ലൈറ്റായിട്ട് തിൻ ലെയറായിട്ട് വന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. വീണ്ടും അടുത്ത കോട്ട് അടിക്കുമ്പോൾ ആ ജോയിൻറ്റും കഴിഞ്ഞിട്ട് അടുത്ത ബിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് ജോയിൻറ്റ് ആകേണ്ടതാണ്. ലാസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ ഇത് പതുക്കെ ലെയർ കൂടി കൂടി വന്നിട്ട് ആ സി കഴിഞ്ഞ് കുറച്ച് തൊട്ട് ചേർന്നായിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ കനം കുറഞ്ഞ് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്തതാണ് ഇത് കളർ ഷെയ്ഡ് നമ്മൾ ചെയ്ത സ്ഥലത്തും ചെയ്യാത്ത സ്ഥലത്തും നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി അണ്ടർ ക്ലിയർ കോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് അധികം വെറ്റായി പോകാൻ പാടില്ല. അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈക്ക പിഗ്മെൻറ്റ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരിക്കലും യൂണിഫോമായിട്ട് പോകില്ല, പല രീതിയിലേക്ക് മാറിപ്പോകും. അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പല സൈഡിലേക്ക് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ, അതുപോലെ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം വെറ്റായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് ഏകദേശം അത് മനസ്സിലാക്കും. വെറ്റായി കഴിഞ്ഞാൽ മൈക്ക പിഗ്മെൻറ്റ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെ പല സൈഡിലേക്ക് ആയിരിക്കും. സോ അപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ പല ഷെയ്ഡുകളിലായിരിക്കും നമ്മളുടെ പെയിൻറ്റ് കാണാൻ പറ്റുക. അണ്ടർ ക്ലിയർ കോട്ട് ചെയ്യുമ്പോഴുള്ള ആ പ്രോസസ്സ്, ഫുൾ പ്രോസസ്സ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ കളർ കോട്ട് ചെയ്യുന്നു. കളർ കോട്ട് അതിനുശേഷം ഡ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. കളർ കോട്ട് അടിക്കുമ്പോൾ ഗണ്ണിൻ്റെ എയർ പ്രഷർ എന്ന് പറയുന്നത് 1.5 kg/cm², അതുപോലെ ഗൺ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 cm ആയിരിക്കണം. കളർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ടുള്ള ഡ്രൈയിങ് ടൈമാണ്. ഡ്രൈയിങ് ടൈം എന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 2K ആണെന്നുണ്ടെങ്കിൽ 10 minutes, 2K അല്ലെന്നുണ്ടെങ്കിൽ 20 to 30 minutes. ഇത് രണ്ടും 20 degree Celsius കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഹീറ്ററൊക്കെ ഇട്ട് 60 degree കീപ്പ് ചെയ്യുകയാണെങ്കിൽ 10 minutes കൊണ്ട് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത്. ഡ്രൈയിങ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്താണ് അണ്ടർ ക്ലിയർ കോട്ട് അടിക്കുന്നത്. അണ്ടർ ക്ലിയർ കോട്ട് അടിക്കുമ്പോഴും ഗൺ ഡിസ്റ്റൻസ് സെയിം ആണ്, 15 cm. അതുപോലെ തന്നെ ഗണ്ണിൻ്റെ എയർ പ്രഷർ എന്ന് പറയുന്നത് 1.5 kg/cm² ആണ് കീപ്പ് ചെയ്യേണ്ടത്. അടുത്തത് വാഗും മൈക്ക ബേസ് കോട്ട് നമ്മൾ അടിക്കുകയാണ്. അതായത് 10% കളർ മൈക്കയിൽ ആഡ് ചെയ്ത ആ കോട്ട് നമ്മൾ അടിക്കുകയാണ്. ഇതിൻ്റെ എയർ പ്രഷറും സെയിം ആണ്, 1.5 kg/cm². അതുപോലെ തന്നെ ഗൺ ഡിസ്റ്റൻസ് പറയുന്നത് 15 cm തന്നെയാണ്. ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് മൈക്ക ബേസ് സ്പ്രേ ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ അടുത്ത പ്രോസസ്സ് ക്ലിയർ കോട്ട് സ്പ്രേ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് അധികം ഞാനതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഏതെങ്കിലും ഒരു പാനലിൻ്റെ ഒരു സ്പോട്ടിൽ റിപ്പയർ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പാനൽ ക്ലിയർ കോട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള, ആ പാനലിൻ്റെ റിപ്പയർ ചെയ്ത ഭാഗവും റിപ്പയർ ചെയ്യാത്ത ഭാഗത്ത് നമ്മളുള്ള പെയിൻറ്റ് തമ്മിൽ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുക എന്നതിനെ പറ്റിയാണ്. എന്നാൽ നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പാനൽ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാറിൻ്റെ ഫ്രണ്ട് ഡോറാണ് പെയിൻറ്റ് ചെയ്യുന്നത് കരുതുക. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഫെൻഡറും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് ഡോറും തമ്മിൽ കളർ മാച്ച് ചെയ്തില്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇത്തരം അവസ്ഥയിൽ പെയിൽ കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത്തരം അവസ്ഥയിൽ എങ്ങനെയാണ് പെയിൽ കോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ആദ്യം മുതൽ തന്നെ കടന്നു വരാം. ആദ്യമായിട്ട് നമ്മൾ ഈ ചെയ്യേണ്ട ഈ പാനൽ ഏതാണോ ആ പാനലിലേക്ക് നമ്മൾ 2000 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഗ്രിഡ് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് സാൻഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പാനൽ ഫുള്ളായിട്ട് മാസ്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് പാനലാണോ പെയിൻറ്റ് ചെയ്യേണ്ടത് ആ പാനലൊഴിച്ച് ബാക്കി കംപ്ലീറ്റ് പാനൽ നമുക്ക് മാസ്ക് ചെയ്യാവുന്നതാണ്. മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക കളർ ബേസ് കോട്ട് അടിക്കുക എന്നുള്ളതാണ്. സാധാരണ 2-3 ബേസ് കളർ കോട്ടാണ് അടിക്കുക. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാനലിൻ്റെ തൊട്ട് അടുത്തുള്ള മാസ്കിങ് റിമൂവ് ചെയ്യുക. മാസ്കിങ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മാസ്കിംഗ് ടേപ്പിൻ്റെ സൈഡിലുള്ള പശയൊക്കെ ഈ ബോഡിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് അണ്ടർ ക്ലിയർ കോട്ടാണ്. അണ്ടർ ക്ലിയർ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിത്രത്തിൽ ഇപ്പോൾ കാണുന്ന പോലെ ഈ ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ അണ്ടർ ക്ലിയർ കോട്ട് ചെയ്യുക. ഇതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 2-3 കോട്ട് ബേസ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്ത പോർഷനും പെയിൻറ്റ് ചെയ്യാത്ത പോർഷനും തമ്മിലുള്ള കളർ ഡിഫറൻസ് മാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന ഏരിയ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടെ പുറത്തേക്കാക്കിയിട്ട് കളർ കോട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു തിൻ ലെയർ കോട്ട് കുറച്ചുകൂടെ പുറത്തേക്ക് ആക്കി എക്സ്പാൻഡ് ചെയ്ത് അടിച്ചുകൊണ്ട് തന്നെ 2 ലെയറും തമ്മിലുള്ള കളർ മാച്ചിങ് ആക്കി എടുക്കാവുന്നതാണ്.
ഈ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഗൺ പ്രഷർ എന്ന് പറയുന്നത് 3 kg/cm², ആണ്. അതുപോലെ തന്നെ ഗണ്ണിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് 15 cm ആണ്. ഈ കളർ ബേസ് നമുക്ക് ഷെയ്ഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 50% തിന്നർ നമ്മൾ കളർ ബേസിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരു കോട്ട് ഇതിൻ്റെ മുകളിൽ അടിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ കുറച്ച് പുറത്തേക്ക് ആക്കി നമ്മൾ കോട്ട് ഒരു തിൻ ലെയർ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ കളർ ഷെയ്ഡിങ്ങും കറക്റ്റാക്കി എടുക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ 2-3 കോട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗണ്ണിൻ്റെ എയർ പ്രഷർ കുറച്ച് വെക്കുക. ഏകദേശം 1.5 kg/cm² എയർ പ്രഷർ മാത്രമേ ഈ സമയത്ത് ആവശ്യമുള്ളൂ. ഇതിന് ശേഷമുള്ളത് ഡ്രൈയിങ് ടൈമാണ്. 2K ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്സ്, 2K അല്ലാന്നുണ്ടെങ്കിൽ 20 to 30 മിനിറ്റ്സ്. ഇതൊരു 60 ഡിഗ്രി ടെമ്പറേച്ചറുള്ള ബൂത്തിലാണെങ്കിൽ 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഇനി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുക അണ്ടർ ക്ലിയർ കോട്ടാണ്. അണ്ടർ ക്ലിയർ കോട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു കോട്ട് സ്പ്രേ ചെയ്യുക. അണ്ടർ ക്ലിയർ കോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ അധികമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട എയർ പ്രഷർ 2.5 kg/cm² ആണ്. ഗൺ ഡിസ്റ്റൻസ് 15 cm തന്നെ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇത് 2 കോട്ടായിട്ടാണ് ചെയ്യുക എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞത്. അതായത് ആദ്യം 10% ഓഫ് കളർ മൈക്കയിലേക്ക് ആഡ് ചെയ്ത ശേഷം നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്യുക. അതിനുശേഷം 1% ഓഫ് കളർ മൈക്കയിൽ ആഡ് ചെയ്ത് സെക്കൻഡ് കോട്ട് ചെയ്യുക. ഈ സമയത്ത് ഗൺ ഡിസ്റ്റൻസ് കുറച്ചുകൂടെ കൂട്ടി വയ്ക്കുക. 25 cm ഗൺ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ എയർ പ്രഷർ 2.5 kg/cm² ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത കോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പേൾ കോട്ടിങ് അല്ലെങ്കിൽ മൈക്ക കോട്ടിങ് സ്പ്രേ ചെയ്യുകയാണ്. പേൾ മൈക്ക കോട്ടിങ് സ്പ്രേ ചെയ്യുമ്പോൾ ഓരോ ടൈമിലും ഏരിയ പതുക്കെ കൂട്ടി നമ്മളുടെ കളറിങ്ങിൻ്റെ മാച്ചിങ്ങും ഷെയ്ഡിങ്ങും ഒക്കെ നോക്കി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഗൺ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 cm ആണ്. അതുപോലെ തന്നെ എയർ പ്രഷർ 2.5 kg/cm² ആണ്. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് ക്ലിയർ കോട്ടാണ്. നമ്മുടെ ലാസ്റ്റ് കോട്ടിങ് എന്ന് പറയുന്നത് ഇത് 2 കോട്ടായിട്ടാണ് ചെയ്യുക. ഫസ്റ്റ് കോട്ടിങ് ഒരു തിൻ ലെയർ ഓഫ് ക്ലിയർ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് നോക്കുക സംഭവം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലിയറിൻ്റെ ഫൈനൽ കോട്ട് നമുക്ക് ഫുള്ളായിട്ട് അടിക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഗൺ പ്രഷർ എന്ന് പറയുന്നത് 3 kg/cm² ആണ്. അതുപോലെ തന്നെ ഗൺ ഡിസ്റ്റൻസ് 15 cm നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാനലിൻ്റെ അകവും പുറവും നമ്മൾ പേൾ മൈക്ക കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രോസസ്സും നമ്മൾ ആദ്യം ഇന്നർ ചെയ്യുക, അതിനുശേഷം ഔട്ടർ ചെയ്യുക, പിന്നെ അടുത്ത ഇന്നർ ചെയ്യുക, ഔട്ടർ ചെയ്യുക, അങ്ങനെ ഓരോ പ്രോസസ്സായിട്ട് മാറി ചെയ്യുക. പക്ഷേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും വാഹനങ്ങളുടെ ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് പേൾ മൈക്ക കോട്ടിങ് ആയിരിക്കില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. പേൾ മൈക്ക കോട്ടിങ്ങിൽ ഒരു സ്പോട്ട് റിപ്പയർ അല്ലെ പാനൽ റിപ്പയർ ചെയ്യേണ്ട ഏതാനും കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പേൾ കോട്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളെ പറ്റിയുള്ള നമ്മളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.